ഞാൻ ഇവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പരിചയപ്പെടുത്താനാണെന്നാണ് വന്നേക്കണം. അപ്പുറത്ത് നാടൻ പാട്ടാണ്, അതാണ് ഒച്ചയും ബഹളമൊക്കെ ചെണ്ടയുടെ ഒക്കെ കേൾക്കണം. ഓക്കെ പറ. അപ്പം ഇതെൻ്റെ ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇവിടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു സാധനം വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണിത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ വലിയ ഡ്രോയിങ് ബുക്കിൽ വരച്ചതാണ് ഈ ഒരു യൂട്യൂബ് ചിഹ്നം വരച്ചത്. ഞാൻ പറയട്ടെ, ഇതുവരെ നമുക്ക് ചാനലിടാം. ഞാൻ വേറെ കുറേ ബുക്കൊക്കെ ഉണ്ടായിരുന്നു, ഇത്രയല്ല, വേറെ വലിയൊരു ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു, ഇത്രയല്ല. ആദ്യത്തെ ലോഗോ ഒന്ന് വരച്ച് നോക്കിയതാണ് ഞാൻ ഇപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വരക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒന്നും ഞാൻ അതിലായിട്ട് വരച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒക്കെ വരക്കണം. അടുത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ വരച്ചത്. ഞാനൊരു ചാനലിടാനായിട്ട് ഡ്രോയിങ് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ഇടക്ക് വരച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ പാപ്പിച്ചോയില മറ്റേ അവരുടെ ചിഹ്നങ്ങളാണ്. ഇത് ഗായ്സ്, ഇത് ഒരു ഇതുണ്ട്, ഡിസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ ചാനലിടാനായിട്ട് എൻ്റെ ഡ്രോയിങ് ബുക്കിൽ ഞാൻ വരച്ചാട്ടാ. എന്തായാലും വരും, അത് കാണണം. ആ വീഡിയോ ഉറപ്പായിട്ടും കാണാം. അപ്പം ആ ചാനലിൽ ആ വീഡിയോ ഇടാനായിട്ട് ഞാൻ വരച്ചേട്ടാ. അതിൻ്റെ ഇടക്ക് കിടന്ന് പണിഞ്ഞൊക്കെയാണുള്ളൂ കണ്ട. അപ്പൊ ഇത് ഞാൻ കൊറേ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. സ്കൈ എന്നൊക്കെ, ഈ റോക്കി എന്നൊക്കെ പറഞ്ഞു. എന്റെ ഫേവറേറ്റ് ആണ്. എന്റെ പേര് പറഞ്ഞു ഞാൻ കണ്ടിട്ടൊരു ദിവസമായി. ഇഷ്ടം പോലെയൊക്കെ എന്റെ ഫേവറേറ്റ് ഇതാട്ടോ. മാഷോ എവിടെ മാഷോ? ഞാൻ ഇതിലാകെ 3 വരച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇനി എൻ്റെ അത് വീഡിയോയിലൊക്കെ വരും. ഞാൻ ഇഷ്ടം പോലെ ഈ അപ്പുറത്തെ പേജിലൊക്കെ വരച്ചിട്ട് ഞാൻ ഇടാം കുറേ. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ലൈറ്റ് ഇടട്ടെ. നമ്മുടെ ലൈറ്റ് ഇടാം. ഞാനിവിടെ മൂളിപ്പാട്ട് പാടുന്നു ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ ഇത് ഞാൻ ഒരു റൂമിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. റൂമല്ലേ, എൻ്റെ ഡ്രോയിങ് റൂം. ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഞാൻ ഇവിടെ വന്ന് വെറുതെ ഇരുന്ന് മൂളിപ്പാടൊക്കെ പാടിയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് നമ്മുടെ അച്ചുക്കുട്ടൻ വന്നത്. അപ്പം എൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറയാം. അപ്പം കുറെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഇഷ്ടംപോലെ കാര്യമൊക്കെ ചെയ്യും. മരിക്കണം, അതുകൊണ്ട് ഡാൻസ് ചെയ്യും, പാട്ടൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് ഒരു ഡാൻസ്. ഞാൻ ഒരു മഞ്ഞണിഞ്ഞ മാമലെന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാട്ട് ബുക്കിൽ നിന്നൊക്കെ എടുത്ത് പാടുന്നുണ്ട്. ഞാൻ ഇത്തിരി എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ തെറ്റിക്കുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഇതിന് ഇത്തിരിയൊക്കെ പാടി ഇത് പഠിക്കണതേ ഉള്ളു. പാട്ട് സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നോക്കാം. എൻ്റെ മുന്നേ ചെയ്തിട്ടും പാടിയിട്ടില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഞാൻ പാടിക്കോക്കെ. മഞ്ഞണിഞ്ഞ മാമലയിൽ വരുമുടി ഭഗവാന്റെ തിരുമകളായവളെ നല്ല പൊന്നുമല വാഴത്തമ്മേ വന്നിരിക്കും ഈ സഭയിൽ ഞാനൊരു കഥ പറയാം. വന്നിരിക്കും ഈ സഭയിൽ ഞാനൊരു കഥ പറയാം. മലവാഴത്തമ്മയുടെ നല്ല മധുവൂറും കഥ പറയാം. മലവാഴത്തമ്മയുടെ നല്ല മധുവൂറും കഥ പറയാം. മഞ്ഞറിഞ്ഞ മാമലയിൽ വരുമുടി ഭഗവാന്റെ തിരുമകളായവളെ നല്ല പൊന്നുമല വാഴത്തമ്മേ പണ്ടു പണ്ടു പരമശിവൻ തിരുമിഴി തുറന്ന നേരോ ഇണതൊരു നല്ല ഭഗവാനും ദൈവങ്ങളെ. എന്റെ പൊന്നോ എങ്ങനെയാണ്? അപ്പൊ ഇതാണ് അറിയാവോ ജാനി? വേറെ പഠിക്കാൻ എനിക്കറിയാം, വല്ല കുറച്ച് ഇതായിട്ട് റിസ്ക് ആണ് എനിക്ക്.
ഇത് ഞങ്ങൾ അടിപൊളിക്കാണ്. അപ്പൊ അവിടെ ബേസ് ഒക്കെ വെച്ചാണ് കൊട്ടുന്നത്. ഞങ്ങള് പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തതാണ്. എന്നാലും ഞങ്ങളുടെ ഇതൊക്കെ കണ്ട ഇത് ഞാൻ അങ്ങോട്ടൊന്നും കാണിച്ചു കേട്ടോ. അകത്തിരുന്നായിരിക്കും ചിലപ്പോ കൊട്ടണം. വെള്ളമൊക്കെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിറ്റിയൊക്കെ പറ്റിയിട്ടുണ്ട്. എന്നാൽ ചെടിയാണ്. നമുക്ക് വീഡിയോ പുറത്തിരുന്ന് പിടിക്കാറായിട്ടില്ല. നമ്മുടെ ഗപ്പിക്കുട്ടന്മാരുടെയൊക്കെ ഇത് ഒരു ഗപ്പി ചത്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, ഒരു ഒത്തും പിടികിട്ടുന്നില്ല ഗൈസ്. ഒന്നത് കൊട്ടുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അതെ ജാൻസ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പുതിയ പേരിട്ടുണ്ടോ എനിക്ക് ജെൻസ് എന്നൊക്കെ വിളിക്കുന്നത് സിമ്പിളായിട്ട് വിളിക്കാൻ. അപ്പൊ ഇഷ്ടം പോലെ വീഡിയോ ഒക്കെ കാണും. മറ്റേ കുഞ്ഞിപ്പുഴുവിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലേ. ഇന്നലെ ഒരു കോഴിയമ്മക്ക് 2 പിള്ളേർ അതൊക്കെ കണ്ടു കാണും എല്ലാവരും. അപ്പൊ ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ട് ഇട്ട വീഡിയോ നീ കണ്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ഇന്ത്യയുടെ കൊടിയൊക്കെ പിന്നെ ഒരു പെണ്ണിന്റെ വേഷത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങള്. പിന്നെ എനിക്ക് നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. പിന്നെ ടൈഗർ ഫോട്ടോ പ്രത്യേകം. പിന്നെ എന്റെ കൂടെ എല്ലാരും ഒന്ന് കൈ കോർത്ത് നിൽക്കുകയും വേണം. പിന്നെ ഞാൻ ഇഷ്ടം പോലെ വീഡിയോ ഒക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരിയൊക്കെ ഇറക്കുന്നുണ്ട് വീഡിയോസ്. അപ്പൊ നല്ല ത്രില്ലടിച്ചിരിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മുടെ അച്ചുക്കുട്ടന്റെ അൽസൂട്ടന്റെ ഒരു അൽസൂട്ടനെ വിളിക്കാൻ അച്ചുക്കുട്ടന്റെ കാണിച്ചിട്ടുള്ള അൽസൂട്ടന്റെ കണ്ടിട്ടില്ല. എനിക്ക് ഈ പൂസൊക്കെ ഇഷ്ടമാണ്. നല്ല ഭയങ്കര ക്യൂട്ടാണ്. കണ്ടല്ലേ, ക്യൂട്ട് പൂ അല്ലേ. അപ്പൊ ഒറ്റമാരെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഭയങ്കര അടിയാ. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഒരു ബുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇതേ പറഞ്ഞോട്ടെ. ഞാൻ പണ്ടൊക്കെ ഒരു ആരോഗ്യ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോ പരിചയപ്പെടുത്തു. ഇപ്പൊ അവനങ്ങോട്ട് പോയതൊക്കെ സമയമില്ല. ഇത് കൊണ്ടോ ഞാൻ ഒരുപാട് തരുന്നത് ആദ്യം തന്നെ നമ്മുടെ ഇത് ടൈഗറാണ്. നമ്മുടെ ലോഗോവിന്റെ ഒക്കെ ഒരു എന്താ പറയാ, ഒരു ത്രില്ലടിച്ച് വരുന്ന സംഭവമാണ്. പിന്നെ ഇവിടെ നമ്മുടെ രാജാവുണ്ട്, മഹാരാജാവ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മയിലാണ്. മയിലൊക്കെ നല്ല ഈ ലവ് ബേർഡ്സിന്റെ ഫോട്ടോ കാണാനായിട്ട് ഒരു ശ്രദ്ധിച്ച് നോക്കിയാണെങ്കിൽ കാണാം. ഒരു കറക്റ്റ് ഒരു മൂങ്ങ കുഞ്ഞ് ഇരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ കളർ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സീബ്രാസ്. ഇതൊരു നമ്മുടെ ബുക്കിനെ. പിന്നെ ഇത് നമ്മളെ തത്തേനെ കുറിച്ച് ഇതൊക്കെ ഒരു ഇതാണ്. മീന് ഞാൻ ചുമ്മാ ഒരുപാട് കവിതയൊക്കെ ചോദിച്ചേക്കാണത്. ഇത് നമ്മുടെ ഞാനിവിടെ 3ാം ക്ലാസ്സിലെ ബുക്കിൽ കവിതയൊക്കെ എടുത്തത് ലയണ്ടായിട്ടാണ്. ഇത് കുറച്ച് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എലിഫന്റ് ആണെങ്കിൽ ഇത് നമ്മുടെ അക്വേറിയം ഫിഷിന്റെ ഇലകളൊക്കെ നല്ല ഒരു ബ്രീത്ത് പോലെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും അതിന് ഫുഡ് അതിന്റെ ഒക്കെ ഇതാണ്. അതിന്റെ തന്നെയാണ് ബാക്കിയാണ് ഇതൊക്കെ. മീനിന്റെ ഒക്കെ പേരൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, 38 മീനിന്റെ ഒക്കെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ കൂട്ടുകാരൻ തരും. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ ഈസിയാണ് ഇത്. ഇത് ഇതുപോലത്തെ വളമാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേക്കണത്. പിന്നെ ഇത് ഞാൻ ഡ്രോയിങ് പഠിക്കണതിന് മുമ്പ് ഞാൻ ഡിസൈൻ ഒക്കെ നോക്കിയപ്പോ ഒന്ന് വരച്ചു നോക്കിയതാണ്. കുറെ മൈപ്പിലേക്ക് നമ്മുടെ ഓസ്കാറുകളുടെ പേരാട്ടോ. ഓസ്കാർ. പിന്നെ ഇത് എന്ത് സംഭവം മനസ്സിലാകുന്നില്ല ആരാന്ന്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഇതാണ്. കണ്ട, എനിക്ക് 3ാം ക്ലാസ്സിലെ ബുക്കിലൊക്കെ ഉണ്ടാവും. ഞാൻ അവിടെ 3ാം ക്ലാസ്സിലുണ്ട്. കുറെ കാകത്തൂലും പ്രാവിന്റെ തൂലൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ്. പിന്നെ മച്ചാന്മാര് എന്റെ
പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവൻ കയറി ചെയ്തതാണ്. എന്റെ പ്രൊജക്ടിന്റെ ഇടയ്ക്ക് ഞാനിത് കയറി ചെയ്തത് ഗൈസ്. എന്റെ 4ാം ക്ലാസ്സിൽ ഇത് ഞാൻ വീണ്ടും ഒക്കെ കുറെ ഞാൻ പഠിക്കാൻ ഡ്രോയിങ് പഠിച്ചത് തന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ഞാൻ ഡ്രോയിങ് ആദ്യം ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ഡ്രോയിങ് എൻ്റെ ബുക്ക് ഒരു എണ്ണം എടുത്തിട്ടാ. എന്നിട്ട് എനിക്ക് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കുറച്ച് ബുക്കൊക്കെ വരയ്ക്കുന്നത് ക്യൂട്ട് പൂച്ച അല്ലേ ബുക്കിലൊക്കെ ഞാൻ വരച്ചിട്ട് എനിക്കൊരു ഡ്രോയിങ് ബുക്ക് വേണമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു ഡ്രോയിങ് ബുക്ക് ചുമ്മാ എടുത്തൊന്ന് വരച്ച് വെക്കിയതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് ഡ്രോയിങ് ബുക്കിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ച് ചാടി പിടിച്ച് പിന്നെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ 2ാമത്തെ ഡ്രോയിങ് ബുക്ക് കൊടുത്തു. അതാണ് അപ്പോൾ ആദ്യത്തെ ഡ്രോയിങ് ബുക്ക് കാണിക്കുന്നത്. ഞാൻ കുറച്ച് പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫൈബറസ് റൂട്ട് ഓണത്തിൻ്റെ പിന്നെ എൻ്റെ കല തെയ്യം ഓർമ്മ അതെ ഞാനപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പഴയ ആദ്യത്തെ ബുക്ക്. അപ്പോൾ ഗായ്സ് ഞാൻ അവിടെ നിന്ന് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടണം കുറച്ച് സ്റ്റിക്കർ കേട്ടോ. ഞാനൊരു കളക്ഷൻ പോലെ അത് ഇവിടെ കൂട്ടി വെച്ച്. ഇതൊക്കെ പശ കുറഞ്ഞ കേട്ടോ. ഇത് ഈ പശ കൂടി ഒരു കോഴിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച ബുക്ക് ഗീർ പറഞ്ഞ് പിന്നെ സൂപ്പർ ഹീറോസിൻ്റെ സ്റ്റിക്കർ. ഇതായിരിക്കും ഇഷ്ടപ്പെടാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. എന്നിട്ടാ ഷോ പിന്നെ എൻ്റെ തോറ് പകുതി കിട്ടിയത് ഇത്രയാണ്.